വെറുതെ അല്ല അങ്ങനെ മരിച്ചു പോയത് കിടപ്പില്. ആ പെണ്ണുമ്പിള്ളാണ് ഈ മണിപ്പിള്ള എന്റെ ഫോൺ നമ്പർ കൊടുത്തതും കൂട്ടുകുടുംബല്ലേ? അതായത് അങ്ങനെ നമ്മുടെ ബാലചന്ദ്ര മേനോനും മണിയൻപിള്ള രാജു ചേട്ടനും എതിരെയായിട്ട് പുതിയ ഒരു ചേച്ചി ഒരു പരാമർശം കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ ചേച്ചി രംഗത്ത് വന്നത് നമ്മുടെ മിന്നുമുന്നി റാണ്ടി ഉണ്ടല്ലോ, മിന്നുമുന്നി റാണ്ടിയുടെ തോളത്ത് കൈയിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോരം ജെനുവിനാണ് ഈ ഒരു കേസ് എന്നൊന്നും എനിക്കറിയില്ല ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാർക്കെതിരെയും പല പരാമർശങ്ങളുമായിട്ട് പല സ്ത്രീകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ മിനുമുന്നി റാണ്ടിയെ പോലുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പരാമർശങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസക്കുറവ് വന്നു തുടങ്ങി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് തന്നെ അതിന്റെ ഒരു വില കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു ആ ഒരു സാധനത്തിന്, പക്ഷെ അത് ആ ഒരു വാല്യൂ പോവുകയാണ്. കാരണം ഇങ്ങനെയുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയുന്ന ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവര് ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ പേര് പറയുന്നു, ഓക്കെ അതൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇവർ പറയുന്ന കഥകൾ മിസ്മാച്ച് ആവുന്നു. ഇവർ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ പോയിരുന്ന് സംസാരിച്ചവരെ നമ്മൾ കേട്ടതാണ്. ഇന്ന് ബബ്ബ അടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, നമുക്ക് അതിനോടൊക്കെ നമുക്ക് ബൈ ബൈ പറയാം. എന്നിട്ട് ഇപ്പോ ഇന്ന് നമ്മുടെ ചേച്ചി മുണിയാണ്ടി ഒരു അവരുടെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിരിക്കുന്ന കണ്ടു. അത് ഈ മുണിയാണ്ടിയെ ഒരു ചേച്ചി വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. അപ്പൊ ഈ വോയിസ് ക്ലിപ്പില് നമ്മുടെ ബാലചന്ദ്ര മേനോൻ സാറിനെതിരെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ അണ്ണനെതിരെയും രാജു അണ്ണനെതിരെയും, പൃഥ്വിരാജ് അല്ല കേട്ടോ, നമ്മുടെ മണിയമ്പിള്ള രാജു അണ്ണനെതിരെയൊക്കെ ആയിട്ട് ഈ വോയിസ് ക്ലിപ്പിൽ ഒരു ആൻറ്റി സംസാരിക്കുന്ന നമുക്ക് കേൾക്കാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത് നിങ്ങൾ കേൾക്കുക. ഒരു 6 മിനിറ്റോളം ഉണ്ട്. ഒന്നെങ്കിൽ 6 മിനിറ്റൊക്കെ നിങ്ങളെ കേൾപ്പിക്കണോ, അത്രയൊക്കെ നിങ്ങൾക്ക് ബോറടിച്ചു പോകും. എന്തായാലും കുറച്ച് നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അപ്പത്തേക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. ആദ്യമേ ഇതൊന്ന് കേട്ടോ. എനിക്ക് ഉണ്ടായ അറിവ് വെച്ചിട്ട് ഞാൻ പറയാണ്, ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേണ്ട. ചില വേഷങ്ങൾക്ക് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമില്ല. ഇവർക്കെല്ലാം പരമാവധി ഒരു 8 വയസ്സായ കൊള്ളാമെന്നുള്ള ചിന്തയിലാണ് ഇവരെല്ലാവരും. ഈ ബാലചന്ദ്ര മേനോന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഞാനും എന്റെ ചേച്ചി കൂടെ ഒരു പ്രാവശ്യം ഒരു സീരിയൽ എടുക്കുന്നു പറഞ്ഞ് ഞാൻ ഡയറക്ടറുടെ നമ്പറുമായിട്ട് വിളിച്ചിട്ട് പുള്ളിയെ കാണാൻ ചെന്നതാണ്. കാണാൻ ചെന്നപ്പോ പുള്ളി ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ പുള്ളി അത്ര നല്ല രീതിയിലല്ല. പുള്ളിയുടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ഫ്ലാറ്റിന്റെ അവിടെയായിരുന്നു. എന്റെ ചേച്ചിയും കൊണ്ടാ പോയത്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്താണ് എന്റെ ചേച്ചി. തൊട്ട കൈക്ക് അടിയും കൊടുക്കുന്നത് കുറവാ. അങ്ങനെയുള്ള ചേച്ചിയെ വിളിച്ചെന്നാണ് ഞാൻ പോയത്. അപ്പൊ എങ്ങനെ പെരുമാറ്റം അത്ര നന്നായിരുന്നില്ല. വിളിക്കാനും പോയില്ല. പുള്ളിയുടെ പെരുമാറ്റം അത്ര ശരിയല്ല. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ചേച്ചി. ഞാൻ മണിയമ്പിള്ള രാജുവിന്റെ ആയിരുന്നു ഷൂട്ടിങ്. അത് കനകലത ചേച്ചിക്ക് മരിച്ചുപോയെ. കനകലത ചേച്ചിയുടെ ചേച്ചി പറഞ്ഞിട്ട് എന്റെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെയാണ് എന്നെ വിളിച്ചത് സീരിയല്. അതും ഞാൻ എന്റെ ഒരു ചേച്ചിയെ കൊണ്ടാ പോയെ. ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ എന്റെ ഫോണിനകത്ത് എന്റെ റൂമിലേക്ക് ഇത് പോകണം. ഞാൻ മണിയമ്പിള്ള ചേച്ചി വന്നു. ഞാൻ പറഞ്ഞ അല്ല എന്റെ റൂം പ്രത്യേകം ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞേ അപ്പൊ എന്റെ ചേച്ചി എന്റെ റൂമിനകത്ത് അവളെ ഈ ബൈബിളും കൊണ്ടൊക്കെ നടക്കുന്നയാ. അവള് ബൈബിള് പുറത്ത് വെച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അപ്പൊ അവളിങ്ങനെ മുഖം ഉയർത്തി എന്നെ നോക്കി. ലൊക്കേഷൻ പോയി 10-12 കിലോമീറ്റർ ദൂരെയായിരുന്നു. അവിടെ ചെന്നപ്പോ മണിയമ്പിള്ള രാജു ഒരു മരത്തിന്റെ ചോട്ടി ഇരിപ്പുണ്ട്. ഞാൻ ചെന്ന് അപ്പൊ ഞാന് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താണ് ചേട്ടാ എന്തായിരുന്നു കാര്യം, എന്താണ്? അല്ല അത് നീ ഇങ്ങനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, എന്റെ മുറിയിലൊന്നും വന്നു പോലും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു അത് ശരി, തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴാ ചേച്ചി എടുത്തില്ല. അതാരാ കൂടെ വന്നത്? ഞാൻ പറഞ്ഞു എന്റെ ചേച്ചി. അല്ല നീ വന്നൊന്നും ഇല്ലല്ല, പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞ തുറന്നില്ലായിരുന്നു. അങ്ങനെ ഞാനും എന്റെ ചേച്ചിയും കൂടെ കാറ് വിട്ടു നിന്ന് നേരെ ഇപ്പൊ മണിപ്പുള്ള രാജുവിന്റെ വിചാരം ഞാനിക്ക് തിരിച്ചു വരുമെന്ന് മനസ്സിലായി. ചേച്ചിയെ വിട്ടിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ വരുമെന്ന് വിചാരിച്ചു. എന്നെ കടന്ന് വിളിയോട് വിളി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ വിളിക്കുന്നു, അസോസിയേറ്റ് വിളിക്കുന്നു, ഇവരെല്ലാരും വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാനേ ഭയങ്കര വയറിളക്കം എനിക്ക്, ഞാൻ ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു, വേറെ ആളിനെ നോക്കിയോളാം. അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അതിന്റെ വൈരാഗ്യത്തിന് വസുന്ധര പിടിക്കുന്നത് ഞാൻ ഡോക്ടർ ജനാർദ്ദൻ സാറിന്റെ സീരിയലിൽ അഭിനയിക്കുമ്പോൾ കനകലത എന്റെ അമ്മയായിട്ട് അഭിനയിക്കുക. കനകലത എന്നെ അടിക്കുന്ന സീനുണ്ട്. ആ അടിക്കുന്ന സീനിൽ യഥാർത്ഥമായിട്ട് വീണിച്ചൊക്കെ കണ്ടോണ്ടിരിക്കുന്നു.
ഒറ്റ അടി എന്റെ മൂക്ക് പൊട്ടി ചോര വന്നറിയാമോ? ആ വൈരാഗ്യത്തിന് ആ പെണ്ണുമ്പുള ആ പെണ്ണുമ്പുളെല്ലാം കൈ വല്ലതും കടിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഇതിനകത്ത് എത്രമാത്രം ദുഃഖം ഞാൻ അനുഭവിച്ച് ജീവിക്കാൻ ആ പെണ്ണുമ്പിള്ളാണ് ഈ മണിപ്പിള്ള എന്റെ ഫോൺ നമ്പർ കൊടുത്തതും അതായത് അങ്ങനെ ഞാൻ തരണം ചെയ്ത് എത്രമാത്രം സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നവർക്ക് ഒരിക്കലും ഒരു ചാൻസ് ഇല്ല. ഇവരുടെ കാലെ തൊട്ട് വന്നിക്കുന്നു പൊട്ട ജനങ്ങൾ. മരിച്ചു പോയവരെ വരെ വലിച്ചിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഈ മുണിയാണ്ടിയും അതുപോലെ തന്നെ മുണിയാണ്ടി ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ പേരൊന്നും ഈ മുണിയാണ്ടി പറയുന്നില്ല. അപ്പൊ രണ്ടുപേരും കൂടെ ഇരുന്ന് കഥ പറയുന്നത് മുണിയാണ്ടി റെക്കോർഡ് ചെയ്തതാണിത്, മുണിയാണ്ടിയുടെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ബാലചന്ദ്ര മേനോനെതിരെ ആ ഒരു ആണ്ടി, വേറൊരു ആണ്ടി, മുണിയാണ്ടി അല്ല, മുണിയാണ്ടിയെ വിളിച്ച് സംസാരിക്കുന്ന ആണ്ടി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഈ മുണിയാണ്ടിയുടെ കൂട്ടുകാരി, അതായത് വിളിച്ച് സംസാരിക്കുന്ന ഈ കൂട്ടുകാരിയുടെ ചേച്ചിയും കൂടെ പോയപ്പോഴത്തേക്ക് വളരെ മോശമായി രാജുവേട്ടൻ പെരുമാറി. അതുപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്ര മേനോനെ ഭയങ്കര, പുള്ളിയൊക്കെ നീച്ചല്ല, പുള്ളിയൊക്കെ വളരെ അപ്പി ഈ ഒരു മൂഡാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി എന്താണെന്നറിയോ, ഒന്നെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്തതിന് മുന്നേ മുണിയാണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് നീ ഇങ്ങനെയൊക്കെ പറയണം, നീ നല്ല താങ്ങണം ഓമാർക്ക് എന്നുള്ളൊരു സ്കീം പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പം. ആണെന്നല്ല, ചിലപ്പോൾ ഈ ഒരു സംഗതിയൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്ത് മുണിയാണ്ടി എടുത്ത് ഇട്ടിരിക്കുന്നത്. അല്ലാതെ എനിക്കിതിനകത്ത് എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം അവിടെ ആ കഥ പറയുന്നതന്നെ നിങ്ങൾ കേട്ടോ, ചിരിച്ച് സന്തോഷിച്ച് വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളത് മറക്കും. അതിനകത്ത് നമുക്ക് പിന്നെ വലിയ കാര്യം ചിലപ്പം ഓക്കെയാണ്, നമ്മളത് തമാശ രീതിയിലെ പിന്നെ അത് പറയത്തുള്ളായിരിക്കും. പക്ഷെ എന്നെങ്കിൽ പോലും ഇതൊരു സ്ത്രീക്ക് അവർ അനുഭവിച്ചൊരു കഷ്ടതയല്ലേ. അപ്പൊ അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അവളത് സന്തോഷത്തോടു കൂടി ആയിരിക്കുമോ പറയുന്നത്. ഒരു ഇച്ചിരി സങ്കടം, അത് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടമായിരിക്കില്ലേ. ഇത് ഈ ആന്റിമാരതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കിത് അത്ര ജെനുവിൻ ആയിട്ടൊന്നും എന്തായാലും തോന്നില്ല. അതും പോട്ടെ, ഈ പേര് പറയാതെ നമ്മുടെ ഇപ്പൊ ഒരു മുണിയാണ്ടിയുടെ റെക്കോർഡിലുണ്ടല്ലോ, വോയിസ് റെക്കോർഡില്. അപ്പൊ ഈ ആണ്ടി നേരിട്ട് വന്നത് പറഞ്ഞായിരുന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കായിരുന്നു. പക്ഷെ ഇത് മുണിയാണ്ടിയെ കൂട്ടുപിടിച്ചിട്ടുള്ള ഒരു കളി ആയതുകൊണ്ട്, മുണിയാണ്ടി ഇട്ട വോയിസും കൂടെ ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസനീയമല്ല. ഓക്കെ, ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇത് ഒരുപാടുണ്ട്, ഇവരിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വയ്യ ഇത് ഏകദേശം കേട്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്തെങ്ങും ഈ ഒരു സംസാരത്തിന്റെ ഇടയ്ക്ക് പീഡിപ്പിച്ചു എന്നുള്ളൊരു സാധനമല്ല. മോശമായി അയാൾ എന്നെ വിളിച്ചു, തനിയെ നീ വരുന്നില്ല, ഇങ്ങനത്തെ കഥകളാണ്. ഇത് ഇവരോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ രാജുചേട്ടൻ അങ്ങനെ വിളിച്ച് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവര് അവരോട് എങ്ങനെയാണ് തിരിച്ചു നിന്നതെന്ന് നമുക്കറിയില്ല. ഓക്കെ, ആ ഒരു സൈഡും കൂടെ ഉണ്ട്. ഈ ഇപ്പം നമ്മുടെ മുകേഷ് അണ്ണനാണെങ്കിലും ശരി, ഈ മുണിയാണ്ടി അറിയത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവര് തിരിച്ച് എങ്ങനെയാണ് അങ്ങോട്ട് നിന്നതെന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. ഇതിപ്പോ എല്ലാം കഴിഞ്ഞപ്പോ ചാൻസും ഇല്ല, ഒരു മാങ്ങാണ്ടി ഇല്ല ഈ മുണിയാണ്ടിക്കൊന്നും, അതിന്റെ സിനിമയേ ഇല്ല. അവരവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇവിടെ കിടന്ന് കാണിക്കുന്നതാണോന്ന് അറിയത്തില്ല. ഇതിപ്പം പുരുഷന്മാര് ഇവർക്കെതിരെ ഒന്നും വരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും മാറി നിൽക്കുക. പക്ഷേ സ്ത്രീകൾ ഇവർക്കെതിരെ വരുന്നുണ്ട്. ഓക്കെ, ഈ മുണിയാണ്ടിയെ പോലുള്ള ഐറ്റങ്ങൾക്കെതിരെ സ്ത്രീകൾ വരുന്നുണ്ട്. കാരണം ഇത് കേൾക്കുന്ന ആർക്കാണെങ്കിലും, ഇവരുടെ ഈ കഥകൾ കേൾക്കുന്ന സ്ത്രീ പുരുഷ ഭേദവ്യത്യാസവും നിങ്ങൾ അതിനകത്ത് കാണേണ്ട ആർക്കാണെങ്കിലും ഇവരെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇവർ പറയുന്നതിനകത്തെ കള്ളത്തരങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഈ മുണിയാണ്ടി, ഞാൻ വേറൊരു കേസും കൂടെ, ഞാൻ പിന്നെ അത് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. അത് കഴിഞ്ഞ് ഒരുപാട് പേര് വീഡിയോയും ചെയ്തു. പക്ഷെ അതും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്ത് പോകും. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. മെയിൻ ഒരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി, ഈ ലാസ്റ്റ് കേട്ട വോയിസിനകത്തുള്ളത്. അതായത് ഈ ലാസ്റ്റ് കേട്ട വോയിസിൽ നമ്മുടെ മുണിയാണ്ടിയോട് സംസാരിക്കുന്ന ആ ഒരു ചേച്ചി ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ചു. അതായത് കനകലത ചേച്ചിയാണ് നമ്പർ കൊടുത്തത് രാജു ചേട്ടന് എന്നുള്ളൊരു കാര്യം. ഇത് ആ ഒരു ചേച്ചി പറയുമ്പോഴത്തേക്ക് എടുത്തവായി നമ്മുടെ മുണിയാണ്ടി പറയുന്നത് നിങ്ങൾ കേട്ടോ. ഓ, രാജു ചേട്ടന് ചേച്ചിയാണല്ലേ നിങ്ങളെ കൂട്ടിക്കൊടുത്തത് എന്നുള്ളൊരു സാധനം പറയുന്നത് ഞാൻ കേട്ടു. അവരതിനെപ്പറ്റി പറയുന്ന പോലും ഇല്ല. കൂട്ടിക്കൊടുത്തെന്നോ കൂട്ടിക്കൊടുത്തില്ലെന്നോ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറയുന്നില്ല. നമ്പർ കൊടുത്തെന്നേ പറയുന്നുള്ളൂ. ഉടനെ മുണിയാണ്ടി ചാടി വീണു, കൂട്ടിക്കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുണിയാണ്ടിക്ക് ഈ കൂട്ടിക്കൊടുപ്പ് മാത്രമേ അറിയത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. ചേച്ചിയുടെ പേര് കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിലൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി ഈ പുറത്തേക്ക് വിദേശത്തേക്ക് പെൺകുട്ടികളെ കടത്തുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന പരിപാടി. അപ്പം ആ ഒരു പരിപാടിയൊക്കെ ചെയ്ത് ഈ കൂട്ടിക്കൊടുപ്പ് ചേച്ചിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരാൾ മാന്യമായിട്ട് അയാൾക്ക് മറ്റേ നടി എൻ്റെ നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ കൂട്ടിക്കൊടുത്തല്ലേ
എന്നാ പറയണ്ട ഈ ആന്റിയെ, ഈ മുണിയാണ്ടി നമ്മുടെ ബീണ ആന്റണി. ഒരു വിഷയമുണ്ട്, നിങ്ങൾ കുറെ പേരൊക്കെ അറിഞ്ഞായിരിക്കും. ഈ ബീണ ആന്റി ചേച്ചിയൊക്കെ വെച്ചിട്ട് ബീണ ആന്റി ചേച്ചിയുടെ ഹസ്ബൻഡ് ഈ ചേച്ചിയുടെ പുള്ളി വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് യൂട്യൂബിലൊക്കെ ആയിട്ട്. പുള്ളി അപ്പോൾ ഈ മുണിയാണ്ടിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ട് മുണിയാണ്ടിക്ക് അങ്ങ് പൊളിഞ്ഞിട്ടായിരിക്കാം മുണുവാണ്ടി ഈ ഒരു ബീന ചേച്ചിയൊക്കെ വെച്ചിട്ട് വളരെ മോശമായി സിദ്ദിഖിക്കയുടെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഭയങ്കര വൾഗറായിട്ട് അവർ ഓരോ വൃത്തികേടുകൾ അവർക്ക് അതേ അറിയുള്ളല്ലോ. അവർക്കത് അവരുടെ കണ്ണിലെല്ലാം പ്രശ്നമാണ്. ഒന്ന് കെട്ടിപ്പിടിച്ചവരത് വേറെ ആ ഒരു മോഡാണ് ചേച്ചി. എന്താണെങ്കിലും അതൊക്കെ വെച്ചേ ചേച്ചിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതേ കുത്തിയാലേ ചേച്ചിക്ക് നിലനിൽപ്പുള്ളൂ. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ബീന ആന്റണിയുടെ ഒരു വീഡിയോ വെച്ചിട്ട് ചേച്ചി ചെറുതായിട്ട് മോശമായിട്ട് എഴുതിയൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ബീന ആന്റണി ചേച്ചി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാം ഒന്നും ഞാനിവിടെ കാണിച്ചു തരുന്നില്ല. അതും 6-7 മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ അതിന്റെ വളരെ കുറച്ച് ഭാഗം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കുറേ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല. ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല. അങ്ങനെ കുറേ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ ചൂട് പിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം നല്ലതിന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും ഒക്കെ അറിയാം, നമ്മളെല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിരൊക്കെ കണ്ടാൽ തിരിച്ചറിയാനൊക്കെ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നും അടിച്ചിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും ഞാൻ പറയാണ്, കുറേ പേരുണ്ട് നമ്മളെ ക്രൂശിക്കാനായിട്ടും നമ്മുടെ പുറകെ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും വിഷയമല്ല. എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഞാനൊരു ആക്ട്രസ്സായിട്ട് അംഗീകരിക്കാനായിട്ട് എനിക്കൊരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടില്ല ബീന ആന്റണി, അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാൻ. ഞാനൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ്. സ്റ്റേറ്റ് അവാർഡ്സൊക്കെ 2-3 വർഷം അടുപ്പിച്ച് കിട്ടിയതാണ്. പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ. അപ്പോൾ കുറച്ചൊരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ കുറേ വേറെ ഇപ്പം എന്നെപ്പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറ കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ സംസ്കാരം, അത് അവരുടെ അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കേസ് കൊടുക്കുകയാണത് എൻ്റെ പേര് പറഞ്ഞിട്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഭർത്താവാണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുണിയാണ്ടിക്കെതിരെ അടുത്ത കേസും വന്നിരിക്കുകയാണ്. എന്റെ പൊന്നു മുണിയാണ്ടി പിന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങിയാണല്ലോ. മുണിയാണ്ടിക്ക് ഇതൊക്കെ എന്ത് അല്ലേ? മുണിയാണ്ടി വേറെ ലെവൽ ഓഫ് ഗെയിമർ ആണല്ലോ അല്ലേ? മുണിയാണ്ടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ തൊണ്ടയൊക്കെ അടിച്ചു പോണു മുണിയാണ്ടി. അപ്പൊ എന്തായാലും ബീന ചേച്ചി കേസ് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ബീന ചേച്ചി എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായത്, മോശമായിട്ടൊരു വാക്ക് പോലും ഉപയോഗിക്കാതെ വല്ല സുന്ദരമായിട്ട് ഇങ്ങോട്ട് ഊക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ മുണിയാണ്ടി വന്ന വഴികൾ. ചിലപ്പോൾ അതായിരിക്കും മുണിയാണ്ടിയെ കൊണ്ട് ഈ ഒരു സാധനമൊക്കെ പറയിപ്പിക്കുന്നത് എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. കേട്ടില്ലേ? അപ്പൊ ഈ മുണിയാണ്ടിയുടെ വിടുക. ബീന ചേച്ചി അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട്, പോട്ടെ, കേസായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇവർക്ക് വരണം. ഇവരുടെ പോക്സോ കേസ് എന്താണ്ട് അത് പോയി എന്നൊക്കെയാണ് ഇന്ന് രാവിലെ ഞാൻ പോസ്റ്റ് കണ്ടു. ഇവർ പഴയ കുറെ വീഡിയോ ഇവരുടെ മറ്റേ ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ കുറെ കഥകളും കൂടെ അടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ കണ്ടൊരു കഥയാണ്, അവർക്കെതിരെ വന്ന പോക്സോ കേസിനൊന്നും തെളിവില്ലാതൊക്കെ മുങ്ങിപ്പോകുന്നുള്ള സാധനമൊക്കെ പറഞ്ഞ്. എനിക്കറിയില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അറിഞ്ഞത് അവിടെ പോലീസുകാരുണ്ടായിരുന്നു, ഇവരുടെ വീട്ടിൽ തെളിവെടുപ്പിന് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഈ പോക്സോ കേസിൽ തെളിവ് കാണില്ല. ഞാൻ പറഞ്ഞില്ല, ഈ പോക്സോ കേസിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും പ്രൂവ് ആവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ അവർക്കറിയാം, അവരിപ്പോൾ ഈ വന്നിരുന്ന് ഈ നടന്മാർക്കെതിരെ പറയുന്നതൊക്കെ ഇതൊന്നും തെളിഞ്ഞ അവർ അകത്ത് പോകുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം അതൊന്നും തെളിവ് കാണത്തില്ല. പിന്നെ അവർ കുറച്ച് ദിവസങ്ങളും കൂടെ എങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞ് അവർക്ക് ലൈം ലൈറ്റിലൊക്കെ നിന്ന് അവരുടെ ചിരിക്കുന്ന ഫോട്ടോ എല്ലായിടത്തും വന്ന് ഞാൻ വലിയ ഗുണ്ടി എന്നുള്ളൊരു സാധനം നാട്ടുകാരെ മൊത്തം അറിയിക്കാനായിട്ടുള്ളൊരു പരിപാടി, തരികിട പരിപാടി അത് അവർ കാണിക്കുന്നതുകൊണ്ടാണ് അവരെ നമ്മൾ എല്ലാവരും കുറെ യൂട്യൂബേഴ്സ് എനിക്ക് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് തോന്നി. ഇവർക്കെതിരെ എല്ലാവരും ഇരുന്ന് വരെ വലിച്ചു കയറുന്നത്.
കാരണം ജനങ്ങൾക്ക് മനസ്സിലാവണം, ഇങ്ങനെയുള്ള പരിപാടിയും കൊണ്ട് ഇനി ആരും വരരുത്. അതുപോലെ തന്നെ ഈ മുണിയാന്റെ ആണ്ടിയുടെ കൂടി ഇപ്പൊ പിടിച്ചൊരു ചേച്ചി, ഞാൻ നേരത്തെ ഒരു വോയിസ് കേൾപ്പിച്ചല്ലോ. അപ്പൊ അതിനകത്തുള്ള ആ ഒരു ചേച്ചിയോടാണ്, എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് പറയുക. ഈ ഐറ്റത്തിന്റെ ഒന്നും കൈയും കാലും പിടിച്ചിട്ടൊന്നും പറയാൻ നിൽക്കരുത്. ഇവരെ വിളിക്കാതിരിക്കുക. ഇവര് ചിലപ്പം ഇല്ലാത്ത കഥകളും കൂടെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ലാസ്റ്റ് നിങ്ങളെയും കൂടെ കുരുക്കും. അതെല്ലാം ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. ഇവരുടെ തോളത്ത് കൈയിടാൻ പോകുന്നതിന് മുന്നേ ഞാനിത് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് ഈ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടോ? എനിക്കറിയാൻ പാടില്ല. പിന്നെ ബാലചന്ദ്ര മേനോൻ, രാജുചേട്ടൻ, ഇവർക്കെതിരെയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആളും. പക്ഷെ ഈ വന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ ഇങ്ങനെ വോയിസ് ആയിട്ട് ഇങ്ങനെ ഇവർ പുറത്ത് വിടത്തേ ഉള്ളൂ. അവരൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു കേസുമായിട്ടൊന്നും മുന്നോട്ട് പോകുന്നത്. കാരണം അതൊക്കെ വെറുതെ ആയിരിക്കാം, മനസ്സിലായില്ല. ഇല്ലെങ്കിൽ അവർ നേരിട്ട് വന്ന് കേസ് കൊടുക്കട്ടെന്നേ. ആ പരിപാടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് മുണിയാണ്ടിക്ക് വേണ്ടി മുണിയാണ്ടി തന്നെ ഒപ്പിക്കുന്ന കുറച്ച് പരിപാടികൾ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹായിക്കുക. ഓക്കെ.